ആക്ച്വലി ഞാൻ +1 പഠിക്കുന്ന ടൈമിൽ അമ്മ കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും ട്യൂഷൻ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ഓഫ്ലൈനായിട്ട് അവർ പറഞ്ഞില്ല, സയൻസിൻ്റെ ഉണ്ട്, കൊമേഴ്സിൻ്റെ ഉണ്ട്, പക്ഷെ ഹ്യൂമാനിറ്റീസിന് ഇല്ല. ഇത്രയും നല്ലൊരു സ്കോറിലേക്ക് എത്തണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം വേണം. അത് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. കാരണം എല്ലാ കോർ സബ്ജക്റ്റിലൊക്കെ വരും മാർക്ക് വാങ്ങും, പക്ഷെ ഇംഗ്ലീഷിൽ എന്തായിരിക്കില്ല. ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിന് എപ്പോഴും എന്താ പറയുക, ഒരു 3rd ഗ്രേഡ് സ്റ്റുഡൻസ് ആയിട്ടാണ് എല്ലാവരും മാറ്റി വെക്കുക. അപ്പോൾ ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും പറയും ഇതിനെന്തിനാ ട്യൂഷൻ, ജസ്റ്റ് വായിച്ചാൽ മതി, പാസ്സാവായിരിക്കും. പക്ഷെ ഫുൾ മാർക്സിലേക്ക് എത്താനേ ബാക്കി ഏത് പ്ലാറ്റ്ഫോമിലാവട്ടെ അവര് എക്സാം സമയം വരെ ഓക്കെ നമ്മളെ കൂടെ ഉണ്ടാവും. ചിലർ പറയും അഡ്മിഷൻ എടുക്കുന്ന വരെ നമ്മളെ കൂടെ ഉണ്ടാവും, ചിലർ പറയും അഡ്മിഷൻ എടുത്ത് എക്സാം കഴിയുന്നത് വരെ കൂടെ ഉണ്ടാവും. അത്ര തന്നെയാണല്ലോ ശരിക്കും. പക്ഷെ നമ്മളെ എജുപോർട്ട് അങ്ങനെ ആയിരുന്നു. എല്ലാവരോടും പറയാനുള്ളത്, ഇപ്പൊ ജൂനിയേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരോടും പറയാനുള്ളത്, ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം ടിക്ക് ഇട്ട് പോവാതെ അതിന്റെ ബാക്കിലുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടാവും, അത് ചെയ്ത് നോക്കണം. കാരണം അതിൽ നിന്ന് ചിലപ്പോൾ ചോദ്യങ്ങൾ വന്നേക്കാം. നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ നമുക്ക് മെസ്സേജ് അയക്കും, നിങ്ങളുടെ ആപ്പ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ അതിനെങ്ങനെയാണ് യൂട്യൂബ് കണ്ടാൽ മാത്രം മതിയോ, അത് ആപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടോ? ഹിസ്റ്ററിക്കാണ് ഈ ക്രോണോളജിക്കൽ ഓർഡേഴ്സ് ഒക്കെ ചോദിച്ചു വരുന്നത്. എന്താ പറയുക, ഒരു നടന്നൊരു സംഭവവും അതേപോലെ തന്നെ അതിന്റെ ഇയറും. പക്ഷെ ഇപ്രാവശ്യം അത് പൊളിറ്റിക്സും ചോദിച്ചിട്ടുണ്ട്. നമ്മളെന്താണ് 1198 കിട്ടിയിട്ട് വിട്ട് കൊടുക്കൂല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ 2 മാർക്ക് ഞാനൊക്കെ വിചാരിച്ചു, എന്തിനാ 2 മാർക്ക് +2 റിസൾട്ട് വന്നപ്പോ പല കുട്ടികളും കിട്ടിയ മാർക്ക് വെച്ചിരുന്നപ്പോൾ പോയ 2 മാർക്കിനെ പറ്റി ആവലാതിപ്പെടുകയും ആ പോയ 2 മാർക്ക് 1200-ൽ എനിക്ക് നഷ്ടമായ 2 മാർക്ക് ഏതെല്ലാം രീതിയിൽ എനിക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നതിനെ പറ്റി കൃത്യമായി പഠിച്ച 2 മാർക്ക് നേടിയെടുത്ത് വീണ്ടും 1200 വാങ്ങിയ മിടുക്കി നമ്മുടെ എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ചിലർ സ്റ്റുഡന്റ് കൂടിയായിട്ടുള്ള ദേവനന്ദയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ദേവനന്ദ, വെൽക്കം ടു എജുപോർട്ട്. യെസ്. അപ്പൊ സാറേ, നമ്മള് ദേവനന്ദയെ നമ്മൾ കുറെ ഇങ്ങനെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെ? ശരിക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് ബാക്കിയുള്ള കുട്ടികൾ. ഇത് കാണുന്ന കുറെ ആൾക്കാരും വിചാരിക്കുന്നത് നമ്മളെ ടോക്കിനേക്കാളും ദേവനന്ദ എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങൾക്കും കൂടി അതിൽ നിന്ന് ഇൻസ്പയർഡ് ആവാന്നുള്ളതേ അവര് വിചാരിക്കുന്നുണ്ടാവുള്ളൂ. കാരണം പലരും ഈ +2 എക്സാം എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും ഫുൾ മാർക്ക്. കാരണം ഫുൾ മാർക്ക് ആകെ ഈ വർഷം കിട്ടിയത് 41 പേരായിരുന്നു. ഇപ്പൊ ഇവള് 42. വെറും കേരളത്തില് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ 4 ലക്ഷത്തിന്റെ മേലൊക്കെ കുട്ടികൾ എഴുതുന്നുണ്ട്. അത്രയും പെർസെന്റേജ് കുറവാണ് ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ളത്. അപ്പൊ ഫുൾ മാർക്ക് കിട്ടുന്ന ഒരു കുട്ടികളുടെ ലൈഫ് സ്റ്റൈൽ മറ്റേ നോർമൽ ലൈഫ് സ്റ്റൈൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അല്ലെങ്കിൽ അവർ പലരും പറയാം അവർക്ക് എന്താ കുമ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ. പക്ഷെ നമ്മൾ ദേവനന്ദ സംസാരിക്കുമ്പോൾ മനസ്സിലാവും വെരി കൂൾ അല്ലേ? അപ്പൊ പലർക്കും എന്താണ്, നമുക്ക് എത്താത്തതല്ല കിട്ടാത്തതല്ല, നമ്മൾ ഏത് രീതിയിലാണ്, നമ്മൾ എന്തിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, നമ്മുടെ സ്റ്റഡീസ് ഏത് രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആരോടെ ചോദിച്ചു മനസ്സിലാക്കാം? ദേവനന്ദയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. സാറേ, നിങ്ങളോട് ചോദിക്കാം. ഓവർ ടു യു. അങ്ങനെയല്ല, എനിക്കിപ്പോ അറിയേണ്ടത്, നമുക്കിപ്പോ പാരന്റ്സിനാണ് ഇത് ഏറ്റവും കൂടുതൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാകുന്ന ഒരു കാര്യം അല്ലേ? അപ്പൊ ഈ റിസൾട്ട് ഇങ്ങനെ നോക്കിയത് ഒരുമിച്ചായിരുന്നു? അങ്ങനെ റിസൾട്ട് നോക്കിയതോ? റിസൾട്ട് നോക്കുമ്പോ പപ്പ വീട്ടിലില്ലായിരുന്നു, പപ്പ സ്കൂളിലായിരുന്നു. അപ്പൊ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് നോക്കിയപ്പോ ശരിക്ക് ഞാൻ വിചാരിച്ചത്, ഫസ്റ്റ് റിസൾട്ട് നോക്കിയപ്പോൾ 1200 ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ അച്ഛനെ വിളിച്ചു. അപ്പോൾ പപ്പ അവിടെ നിന്ന് പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, സ്റ്റാറ്റസ് വെക്കട്ടെ, ഞാനിവിടെ കറണ്ട് വേണ്ട വെക്കണ്ട പപ്പ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കി. എങ്ങനെയാണ് ആ ഒരു 2 മാർക്ക് വിഷയത്തിലെ പോയത്? ഇംഗ്ലീഷില്. അതെല്ലാവർക്കും ഒരു സംഭവമാണ്. കാരണം എല്ലാ കോർ സബ്ജക്റ്റിലൊക്കെ വരും മാർക്ക് വാങ്ങും, പക്ഷെ ഇംഗ്ലീഷിൽ എന്തായിരിക്കില്ല, അതെങ്ങനെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് എസ്പെഷ്യലി സയൻസിലൊക്കെ പഠിക്കുന്ന ഫുൾ എല്ലാ സബ്ജക്റ്റിലും മാർക്ക് ഉണ്ട്, പക്ഷെ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യും, ആ മാർക്ക് നഷ്ടപ്പെടും. എന്താണ് ഇംഗ്ലീഷിൽ പോകാനുള്ള നിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും കാരണം? ആക്ച്വലി ഇംഗ്ലീഷിൽ പോകാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും അവിടെ ടൈം മാനേജ്മെന്റ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ലൈക്ക് നമ്മൾ ഫസ്റ്റ് മുതലേ മീൻസ് ഈ കൂൾ ഓഫ് ടൈം ഉണ്ടാവില്ലേ, 15 മിനിറ്റ്, ആ ടൈമിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതണം, ഈ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതാണ്ടിരിക്കരുത് എന്നുള്ളത് ആ ടൈമിൽ നമ്മൾ എന്താ പറയാ ആലോചിച്ച് വെക്കണം. അതെ അതെ അതെ. അത് നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞാലും നമ്മൾ വിചാരിക്കും എന്നെ കൊണ്ട് പറ്റും, ആയിക്കോട്ടെ, പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് അങ്ങനെയാ തോന്നുന്നു പോയത്. കാരണം എക്സാം ഹാളിൽ അങ്ങനെ ഒരു സംഭവം 2.5 മണിക്കൂർ പോകുന്നത് നമ്മൾ ആദ്യം വിചാരിക്കും കുറെ സമയം ഉണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ശരിക്കും ഈ ഒരു ബാക്കിയുള്ള ടൈമിനേക്കാളും കൂടുതൽ പ്രയോജനപ്പെടുത്തേണ്ടത് കൂൾ ഓഫ് ടൈം തന്നെയാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിന്റെ കാര്യത്തില്. പക്ഷെ നമ്മൾ ഭൂരിപക്ഷം കുട്ടികളെ കണ്ടിട്ടുള്ളത് ഈ കൂൾ ഓഫ് ടൈമിലായിരിക്കും ഒന്നിന്റെ ആൻസർ ആക്ഷൻ ഇങ്ങനെ ഒരു പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പം 1198 കിട്ടിയപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ദേവനന്ദ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുക, 98 കിട്ടി. ഞാൻ ഒരു റീവാലുവേഷൻ കൊടുത്തു. ഓക്കെ, അപ്പൊ
കുട്ടിയെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, അതായത് റിവലേഷന് കൊടുത്തു കഴിഞ്ഞാൽ ഇനി മാർക്ക് കൂടിയില്ലെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞ പേപ്പർ കോപ്പിക്ക് അപേക്ഷിക്കും, പേപ്പർ കോപ്പിക്ക് അപേക്ഷിച്ചിട്ട് നമ്മളെ ടീച്ചേഴ്സിനെ കൊണ്ട് ആദ്യം നോക്കിക്കേ, എന്നിട്ട് നെക്സ്റ്റ് പരിപാടി നോക്കാം. അല്ലാതെ ഇവര് പറയണം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അതായത് നിയമപരമായിട്ട് അതൊരു കുട്ടിയുടെ ഒരു ഇതാണ്, കറക്റ്റ് അല്ലേ, എഴുതിയതിന് മാർക്ക് കിട്ടിയില്ലെങ്കിൽ. അപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ആദ്യം പേപ്പർ കോപ്പി അപേക്ഷിക്കുക. പക്ഷെ പേപ്പർ കോപ്പി നോക്കി കഴിഞ്ഞപ്പോഴും എല്ലാരും പറഞ്ഞത് ഫുൾ മാർക്ക് കിട്ടും. സ്കൂളിലത്തെ ടീച്ചേഴ്സും പറഞ്ഞു, ഇവിടുത്തെ ടീച്ചേഴ്സും പറഞ്ഞു. പക്ഷെ ലാംഗ്വേജിന്റെ കാര്യം അങ്ങനെയാണ്, അതായത് ഈ നോക്കുന്ന ടീച്ചേഴ്സിന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സബ്ജക്റ്റ്, കാരണം നമുക്കൊരു സയൻസ് ആണെങ്കിൽ ആ ആൻസർ മതി, അവിടെ ആൻസർ കിട്ടി. മാത്സ് ആണ് പ്രോബ്ലം കിട്ടി, ഫുൾ മാർക്ക് കിട്ടി. പക്ഷെ ലാംഗ്വേജ് ആകുമ്പോൾ എല്ലാ കാര്യവും നോക്കുമ്പോൾ എസ്പെഷ്യലി ഇത് ഇപ്പം പ്ലസ് ടു പഠിക്കുന്ന അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടി ഒരു പാടാട്ടത്. നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾ കുറച്ചധികം ശ്രദ്ധ നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ഇനി 1198 കിട്ടണവരെയും കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ പലരും പറയാറുണ്ട് ഇങ്ങനെ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ട്യൂഷൻ സെന്റർ ആവട്ടെ ബാക്കി ഏത് പ്ലാറ്റ്ഫോമിലാവട്ടെ അവര് എക്സാം സമയം വരെ ഓക്കെ നമ്മളെ കൂടെ ഉണ്ടാവും. ചിലർ പറയും അഡ്മിഷൻ എടുക്കുന്ന വരെ നമ്മളെ കൂടെ ഉണ്ടാവും, ചിലർ പറയും അഡ്മിഷൻ എടുത്ത് എക്സാം കഴിയുന്നത് വരെ കൂടെ ഉണ്ടാവും. അത്ര തന്നെയാണല്ലോ ശരിക്കും. പക്ഷെ നമ്മളെ എജുപോർട്ട് അങ്ങനെ ആയിരുന്നു ശരിക്കും? അത് എന്താണ് ഫീൽ ചെയ്തത്? ആക്ച്വലി എജുപോർട്ട് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഒരു ഫാമിലി ഫീലിംഗ് ആണ് തന്നിട്ടുള്ളത്. ലൈക്ക് ടീച്ചേഴ്സിനെ വിളിക്കുമ്പോഴും ചില പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ലൈക്ക് നമ്മൾ ടീച്ചേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ആ ഒരു ഡൗട്ട് മാത്രം സോൾവ് ചെയ്ത് തരും. ഇവർ അങ്ങനെയല്ല, ലൈക്ക് എല്ലാവരും അത്രക്കും അറ്റാച്ച് ആയിട്ടും. അപ്പോൾ ഇംഗ്ലീഷിൽ മാർക്ക് പോയപ്പോൾ ഞാൻ ഇവിടെ വർണിത മിസ്സിനെ പറഞ്ഞിട്ടുണ്ട്. മിസ്സിന് എന്നെക്കാളും കൂടുതൽ സങ്കടമായിരുന്നു ആക്ച്വലി. ഞാൻ എന്നിട്ട് മിസ് പറഞ്ഞിട്ടുണ്ട് നീ കംപ്ലീറ്റ് ആയിട്ട് ഉറപ്പാണോ നിനക്ക് കിട്ടും എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ മിസ് എനിക്ക് ഉറപ്പാണ് അങ്ങനെയാണെന്നൊക്കെ. പിന്നെ എനിക്ക് കിട്ടിയതിന് ശേഷവും ഞാൻ ഏറ്റവും ആദ്യം അറിയിക്കുന്നത് വർണിത മിസ്സിനെ തന്നെയാണ്. പാരന്റ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അറിയിക്കുന്നത് വർണിത മിസ്സിനെ. അല്ല, ടീച്ചേഴ്സ് ഒരു മെയിൻ ഫാക്ടർ ആണ് സംഭവം. ശരി, അപ്പൊ അങ്ങനെ അപ്പൊ എജുപോർട്ടിന്റെ പിന്നെ ടീച്ചേഴ്സിന്റെ കാര്യങ്ങളൊക്കെ എന്താണ്? എജുപോർട്ടിന്റെ ടീച്ചേഴ്സ് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ക്ലാസ് ഒരു മെന്ററിന്റെ പേരൊക്കെ പറഞ്ഞല്ലേ? അതെ അതെ, റിനു മിസ്. എനിക്ക് ആക്ച്വലി എന്താ പറയാ, ഈ പബ്ലിക് എക്സാമിന്റെ 1-2 ആഴ്ച മുന്നേ ആണ് ചിക്കൻ പോക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ റിനു മിസ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. റിനു മിസ് പറഞ്ഞു ടെൻഷൻ, എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അപ്പോൾ ടെൻഷൻ അടിക്കണ്ട, കുഴപ്പമില്ല, കിട്ടിക്കോളും, നീ റെസ്റ്റ് എടുത്തോ എന്നിട്ട് പഠിച്ചോ, അല്ലാതെ ഇങ്ങനെയല്ല എന്തായാലും പഠിക്ക്, ഞങ്ങളുടെ എജുപോർട്ടിന്റെ പേര് അങ്ങനെയല്ല. ആക്ച്വലി നീ റെസ്റ്റ് എടുത്തോ, നിനക്ക് പറ്റുന്ന പോലെ പഠിച്ചോ, ആ ടൈപ്പ് ആയിരുന്നു. മീൻസ് ആ ഒരു ഈസി ഫീലിംഗ് തന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ. എനിക്ക് തോന്നിയത് മെയിൻ ആയിട്ട് ഈ ഒരു സംഭവം തന്നെയാണ്. അതായത് ഞാനാണെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഇപ്പൊ കൂടുതലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒരു മെന്റൽ കെയറിങ് നന്നായിട്ട് ടീച്ചേഴ്സിന്റെ കയ്യിലുണ്ടാവാറുണ്ട്. മെന്റേഴ്സിനെ നമ്മളിവിടെ സെലക്ട് ചെയ്യുമ്പോഴും ആ മെന്റേഴ്സും വെറും കുട്ടികൾ എന്തെല്ലാം നോക്കുക അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് ഒരു പണി തീർത്ത് പോകാന്നല്ല, ജസ്റ്റ് കെയർ ചെയ്യുക. ഇപ്പോഴും കുറെ ഈ കുട്ടികളൊക്കെ എനിക്ക് കാരണം മെന്റർമാർ അവരെവിടെ ഇവിടെ എവിടെ നമ്പർ തരാന്നൊക്കെ ചോദിക്കാറ് മെന്റേഴ്സിനെ കാണാറുണ്ട്. കാരണം ചില പല മെന്റേഴ്സും ചിലപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആയിരിക്കും, അവർ കോഴ്സിന് വേറെ അഡീഷണൽ കോഴ്സിനൊക്കെ അവർ റിസൈൻ ചെയ്തു പോകും. പക്ഷെ എന്നാലും എന്തെങ്കിലും ടീച്ചർ കുട്ടികൾ ചോദിക്കും ആ മെന്റേഴ്സിന് നമ്പർ തരുമോ? റിനു മിസ് ഇവിടെ ഇല്ല, പക്ഷെ കോൺടാക്ട് ഉണ്ട്. അതേപോലെ ടീച്ചേഴ്സും അതുപോലെ തന്നെയാണ്. മീൻസ് ഞാൻ ഇക്കണോമിക്സിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൽസബിൽ സാർ എപ്പോ ചോദിച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞുതരായിരുന്നു. എന്താണ് പിന്നെ ഒരു വീണ്ടും ഒരു 1200 മാർക്കിലേക്ക് എത്തിയപ്പോ എന്താണ് ഉണ്ടായത്? 1200 മാർക്കിലേക്ക് എത്തിയപ്പോ എന്ന് വെച്ചാൽ അതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താണോ ഞാൻ അതിൽ തെറ്റ് ചെയ്തത് അത് ഇതിൽ വരുത്തിയിട്ടില്ല. ലൈക്ക് ഞാൻ ടൈം മാനേജ്മെന്റ് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ മീൻസ് ഇപ്പോൾ 4 മാർക്കിംഗ് ക്വസ്റ്റ്യൻസിന് എത്ര തന്നെ എഴുതണം എന്നുള്ളത് ഞാൻ ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി അത്ര തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഗ്രാമേഴ്സും കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ എനിക്ക് മീൻസ് എല്ലാവരോടും പറയാനുള്ളത്, ഇപ്പൊ ജൂനിയേഴ്സ് ആയിക്കോട്ടെ എല്ലാവരോടും പറയാനുള്ളത്, ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം ടിക്ക് ഇട്ട് പോവാതെ അതിന്റെ ബാക്കിലുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടാവും, അത് ചെയ്ത് നോക്കണം. കാരണം അതിൽ നിന്ന് ചിലപ്പോൾ ചോദ്യങ്ങൾ വന്നേക്കാം. മോഡൽ എക്സാമിനൊക്കെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു ഇതാണ്. പിന്നെ മറ്റേ ചില കുട്ടികളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു സംഭവം, സാറേ യൂട്യൂബിലുണ്ടല്ലോ ക്ലാസ്, എജുപോർട്ടിന്റെ ക്ലാസ്സിന് യൂട്യൂബിലുണ്ടല്ലോ, ഞങ്ങൾക്ക് അത് കണ്ടാൽ മതിയില്ലേ ഫുൾ മാർക്ക് വാങ്ങാൻ, എന്തിനാണ് ആപ്പിൽ ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ആപ്പിൽ കയറുന്നത്. പക്ഷെ ചില കുട്ടികൾ പറയുന്നുണ്ട്, ഈ നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ നമുക്ക് മെസ്സേജ് അയക്കും, നിങ്ങളുടെ ആപ്പ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ അതിനെങ്ങനെയാണ്? യൂട്യൂബ് കണ്ടാൽ മാത്രം മതിയോ, അത് ആപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടോ? ആക്ച്വലി യൂട്യൂബ് കണ്ടാൽ ഈ എന്താ പറയാ ഗുണമുണ്ട്, പക്ഷെ ആപ്പിന്റെ അത്ര ഇല്ല. കാരണം ആപ്പ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ നോട്ട്സ് കിട്ടും, നമുക്ക് PDF ആയിട്ട് നോട്ട്സ് കിട്ടും. അപ്പോൾ ആ നോട്ട്സ് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. അതല്ലാണ്ട് തന്നെ നമുക്ക് ഓരോ ഫോൾഡറിൽ ഇപ്പോൾ 1 ഷോട്ട് സീരീസ് ആണെങ്കിൽ നമുക്ക് എന്താ പറയുക എക്സാമിന്റെ നൈറ്റിന്റെ അന്ന് തന്നെ പഠിക്കാൻ പറ്റും. പിന്നെ അങ്ങനെയല്ല, ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സിനോട് നമുക്ക് പേഴ്സണലി കണക്ട് ചെയ്ത് ചോദിക്കാൻ പറ്റും. പിന്നെ നമ്മളെ PYQ ഒക്കെ മെയിൻ അതെ 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 ക്ലാസ്സിന്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും PYQ എന്ന് പറഞ്ഞാൽ വേറൊരു ക്ലാസ് ഉണ്ടാവും.
പിന്നെ നമ്മളെ ഈ അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാല് അതിനെ കറക്റ്റ് അത് നമ്മൾ സോൾവ് ചെയ്ത് നോക്കിയാലാണ് പഠിക്കാൻ പറ്റുക. അല്ല, ഇത് കാണുന്ന കുട്ടികളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു യൂട്യൂബ് ക്ലാസ് കണ്ടതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ പാസ്സാവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കൊക്കെ കിട്ടായിരിക്കും. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നത്, അതായത് വെറുതെ നമ്മൾ പറയുന്ന ഒരു കാര്യമില്ല, കുട്ടികളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുമ്പോൾ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളൊക്കെ നമ്മൾ ആപ്പിൽ ജോയിൻ ചെയ്ത കുട്ടികളാണ്. മാത്രമല്ല ആപ്പിലെ ഫീച്ചേഴ്സ് ഉപയോഗപ്പെടുത്തിയവരാണ്, വെറുതെ ജോയിൻ ചെയ്തവരല്ല കേട്ടോ, ഉപയോഗപ്പെടുത്തിയവരാണ്. നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ പറയാനുള്ള ഞങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലോയിറ്റ് ചെയ്യണം. നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വലിച്ചു എല്ലാ മൂലയിലും, ഏതൊക്കെ മൂലയിൽ നിങ്ങൾക്ക് പോവാൻ ആക്സസ് ഉണ്ടോ അതൊക്കെ പോവാം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹ്യൂമാനിറ്റി സ്റ്റുഡൻസിന് എപ്പോഴും എന്താ പറയുക, ഒരു 3rd ഗ്രേഡ് സ്റ്റുഡൻസ് ആയിട്ടാണ് എല്ലാവരും മാറ്റി വെക്കുക. അപ്പോൾ ഇതിനെങ്ങനെയാ വെച്ചാൽ എല്ലാവരും പറയും ഇതിനെന്തിനാ ട്യൂഷൻ, ജസ്റ്റ് വായിച്ചാൽ മതി പാസ്സാവായിരിക്കും, പക്ഷെ ഫുൾ മാർക്സിലേക്ക് എത്താനേ കഴിയില്ല. അതിനെന്താ വെച്ചാൽ സപ്പോർട്ട് സിസ്റ്റം വേണം. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആകെ എജുപോർട്ട് മാത്രമാണ് ഹ്യൂമാനിറ്റീസിന് വേണ്ടി +2 എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സയൻസിനെക്കാളും ഫുൾ മാർക്കിലേക്ക് എത്താൻ പ്രയാസം ഹ്യൂമാനിറ്റീസ് ആയിരിക്കും. കാരണം എഴുതി കഴിഞ്ഞാൽ അത് കറക്റ്റ്, മറ്റേതെന്താണ് മാത്സിൽ ഇതാണ് ആൻസർ, അത് മാർക്ക് കൊടുത്തേ മതി. അല്ല, അവർക്ക് എന്താ പറയാ, ഈ പ്രാക്ടിക്കൽസിന്റെ മാർക്ക് ഉണ്ടാവും. ഞങ്ങൾക്ക് 80-ൽ 80 മാർക്കും ഇതിൽ വാങ്ങണം, എഴുതി തന്നെ വാങ്ങണം. ആ 2 മണിക്കൂർ നമ്മൾ 2.5 മണിക്കൂർ അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മള് നമ്മളെ കുട്ടികൾ എപ്പോഴും ഒരു കാര്യമാണ്, സിസ്റ്റമാറ്റിക്കലായിട്ട് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു സംവിധാനം അവരെ കൂടെ ഉണ്ടോ, അത് നമ്മൾ തന്നെ. പക്ഷെ മാത്രമല്ല ഇപ്പൊ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി വരുന്നുണ്ടല്ലേ, കുട്ടികൾ ഈ തലേന്ന് വെച്ച് പഠിക്കാനുള്ള ഒരു സിസ്റ്റം മാറ്റണം. ഈ മോഡൽ എക്സാമിന്റെ ടൈമിൽ വരാം, മീൻസ് അത് കഴിഞ്ഞ PYQ മോഡലിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നത്. പക്ഷെ ഇപ്രാവശ്യത്തെ ഹിസ്റ്ററിനെ എടുത്ത് നോക്കിയാൽ മതി, വേറെ രീതി തന്നെയാണ് വന്നിട്ടുള്ളത്. ഫുള്ളായിട്ട് മാറ്റിയില്ലെങ്കിലും പക്ഷെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അത് ഈ വർഷം ഒന്നും കൂടി നമുക്ക് അത് എഫക്റ്റീവ് ആവും. ആക്ച്വലി NCERT ബേസ്ഡ് ആക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ്. NCERT നല്ലോണം വായിച്ചൊരു കുട്ടിക്ക് മാത്രമാണ് ഈ ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റുന്നത്. അല്ലാത്തവർ എങ്ങനെയായാലും ചിലപ്പോൾ ഒരു B+ അല്ലെങ്കിൽ ആ ഗ്രേഡിലേക്ക് എത്തും. അതെ, പക്ഷെ അതും മെല്ലെ മെല്ലെ കുറച്ച് വരാണ്. ഇപ്പം എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മളെ ക്വാളിറ്റി ഒന്നും കൂടി കൂട്ടേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറണം, മാറിയാലേ കുട്ടികൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് സാധാരണ രീതിയിൽ ഹിസ്റ്ററിക്കാണ് ഈ ക്രോണോളജിക്കൽ ഓർഡേഴ്സ് ഒക്കെ ചോദിച്ചു വരുന്നത്. എന്താ പറയുക, ഒരു നടന്നൊരു സംഭവവും അതേപോലെ തന്നെ അതിന്റെ ഇയറും. പക്ഷെ ഇപ്രാവശ്യം അത് പൊളിറ്റിക്സിനും ചോദിച്ചിട്ടുണ്ട്. അല്ല, മാറട്ടെ എന്തായാലും. കാരണം ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ മോശമാണെങ്കിൽ മോശം തന്നെ പറയണം. കാരണം അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാറ്റാൻ പറ്റുള്ളൂ. ആരും പൂർണ്ണമായിട്ടുള്ളവരില്ല. അപ്പൊ നമ്മളടുത്ത് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടാവും, അത് നമുക്ക് മനസ്സിലാക്കാനില്ല. പക്ഷെ വേറൊരാളുടെ കണ്ണിൽ കാണുമ്പോൾ ഇത് ഫാൾട്ടാണ്. ഞാൻ അതാണ് പറഞ്ഞത്, ലൈക്ക് ഹ്യൂമാനിറ്റീസിന് വേണ്ടി വേറൊരു എന്താ പറയാ, വേറെ ആലോചിച്ചിട്ട് പോലും ഇല്ല ലൈക്ക് നമുക്ക് ഈ കുട്ടികളൊന്ന് സപ്പോർട്ട് ചെയ്യണമല്ലോ എന്നുള്ളത്. പക്ഷെ എജുപോർട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു. ആക്ച്വലി ഞാൻ +1 പഠിക്കുന്ന ടൈമിൽ അമ്മ കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും ട്യൂഷൻ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ഓഫ്ലൈനായിട്ട് അവർ പറഞ്ഞില്ല, സയൻസിൻ്റെ ഉണ്ട്, കൊമേഴ്സിൻ്റെ ഉണ്ട്, പക്ഷെ ഹ്യൂമാനിറ്റീസിന് ഇല്ല. ഇത്രയും നല്ലൊരു സ്കോറിലേക്ക് എത്തണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം വേണം. അപ്പോൾ അതിനായിട്ട് ഹെൽപ്പ് ചെയ്തത് എന്താ പറയുക, എജുപോർട്ട് മാത്രമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ളൂ. വേറെ സംഭവം ഉണ്ടോ, സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ ഗസല്, ഉപന്യാസം, എല്ലാ മേഖലയിലും. അപ്പൊ നമുക്കൊക്കെ ഉണ്ടാവും എന്താണ്, NSS നിൽക്കണ്ട, പാരന്റ്സ് പറയണ NSS നിൽക്കണ്ട, +2 ആണ് അല്ലെങ്കിൽ SSLC ആണ്, ഏതാവട്ടെ അത് നിൽക്കണ്ട. ഒപ്പനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ ലളിതഗാനത്തിനുണ്ടാവും. വേണ്ട 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 വേണ്ട, പഠനം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനൊക്കെ ഉണ്ടായിട്ടുള്ള നിങ്ങളെ പാരന്റ്സിന് ഇത് കാണിച്ചു കൊടുത്തേക്കട്ടെ. ഈ കട്ട് മാത്രം എടുത്തിട്ട് വേണമെങ്കിൽ കാണിച്ചു കൊടുത്തേക്ക്. കാരണം ഇതാ എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഏതിനൊക്കെയായിരുന്നു? ഗസൽ മത്സരത്തിനുണ്ടായിരുന്നു, പിന്നെ ഹിന്ദി ഉപന്യാസ മത്സരം, പിന്നെ ഇംഗ്ലീഷ് സ്കിറ്റ്, പിന്നെ ദേശഭക്തി ഗാനം. ഞാനൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ ശരിക്കും ലീഡറും ആയിരുന്നു ഞാൻ. അപ്പൊ ഈ കുറെ ക്ലാസ് മിസ്സായപ്പോ ശരിക്കും ഈ ഓൺലൈനിന്റെ രാത്രി വന്നിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. മറ്റേ നമുക്ക് ക്ലാസ് മിസ്സാവാണ്. ഇത് നമുക്ക് മാത്രമായിട്ട് ചിലപ്പോൾ ടീച്ചേഴ്സിന് ഒരിക്കലും കുറ്റം പറയാം, കാരണം അവർക്ക് കഴിയില്ല. ടീച്ചേഴ്സ് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ട് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തരാറുണ്ട്. അതേപോലെ സ്റ്റാഫ് റൂമിൽ വിളിച്ചിട്ട് വരെ പറഞ്ഞു തരാറുണ്ട്. പക്ഷെ രാത്രി പഠിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ വെച്ചാൽ എജുപോർട്ടിന്റെ ആപ്പ് തുറന്നിട്ട് ക്ലാസ്സസ് ഓരോന്ന് കാണും. ഞാൻ 1 ഷോട്ട് സീരീസ് ലാസ്റ്റ് മാത്രമേ കാണാറുള്ളൂ, മറ്റേ മുഴുവൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് കാണും. അതുകൊണ്ട് കംപ്ലീറ്റ് ക്ലാസ് കാണാറുണ്ട് ഞാൻ. ശരിക്കും പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കാൻ ഉള്ളിൽ താല്പര്യമുള്ളവരുണ്ടല്ലോ, പാരന്റ്സിനോട് കാണാതെ പങ്കെടുത്തിട്ട് മാർക്ക് വാങ്ങിച്ചു കൊടുക്കും. എജുപോർട്ടിന്റെ ആപ്പൊക്കെ കണ്ടിട്ട് എജുപോർട്ട് ക്ലാസ് നമ്മുടെ കൈമുക്ക് ഒരു കോൺഫിഡൻസ് ആണ്. കാരണം എന്ത് പരിപാടിയും പോവാം, എവിടെ ഒരു സാധനം വീട്ടിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എന്ത് ചെയ്യാം, പഠിക്കാം അല്ലെ. പിന്നെ 24 രീതി തന്നെയാണ് നമ്മൾ കാരണം 24 അല്ല എന്ന് പറഞ്ഞാലും ശരിക്കും 24 ആണ്. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ പുലർച്ചെ 5 മണിക്ക് എണീക്കുമ്പോൾ ചിലപ്പോൾ മെസ്സേജ് കാണല്ലേ 5 മണിക്കോ അല്ലെങ്കിൽ 4:30. ഞാൻ അപ്പോഴേക്കും ചിലപ്പോൾ റിപ്ലൈ കൊടുത്തിട്ടില്ല, കാരണം വേറെ സമയത്തേക്ക് നമുക്ക് ഡൗട്ട്സ് എനിക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആഫീസറോട് വിളിച്ചു ചോദിക്കും.
എപ്പോഴാണെങ്കിലും സാർ പറഞ്ഞു തരും. പക്ഷെ എന്താ നിങ്ങൾ അവരെ മെസ്സേജ് കണ്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാതിരിക്കാൻ തോന്നില്ല എന്തുപോലെ. കാരണം ഒരു കുട്ടികള് ഇപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം, കാരണം ഒരു സംശയങ്ങൾ ചോദിക്കുന്ന കുട്ടികളാണ് ശരിക്കും പഠിക്കുന്ന കുട്ടികൾ. അവരൊരു കാര്യം ചോദിക്കാൻ നമ്മൾ ഇനി എന്ത് തിരക്കിലാണെങ്കിലും അവർക്ക് സംശയം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യം കൂടി ഉണ്ട് അവർക്ക് അതിൽ. അതാണ് മനസ്സിലാക്കണ്ടേ. ചിലർക്ക് എല്ലാവർക്കും ഒരേപോലെ മണ്ടേ കയറണം എന്നില്ല, പക്ഷെ അവര് താല്പര്യം കാണിക്കണ്ടല്ലോ, ഇത് ചോദിക്കട്ടെ, ഇത് എനിക്ക് അറിയണം, അതാണ് മെയിൻ. സത്യം പറയണ്ടല്ലേ, അതിനിപ്പോ ഒരു കൈ തന്നേ മതി. എനിക്ക് മനസ്സിലായി. കാരണം 41 പേര് കേരളത്തിൽ 4.5 ലക്ഷത്തോളം കുട്ടികൾ എഴുതിയതില് 41-42 ഇപ്പൊ ഇവരെയും കൂട്ടിയിട്ട് 42 പേർക്കാണ് ഫുൾ മാർക്ക്, ഫുൾ A+ അല്ല കേട്ടോ, ഫുൾ A+ കുറെ പേർക്കുണ്ട്. ഇത് ഫുൾ മാർക്കാണ്. 1200 കിട്ടിയിട്ടാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ മോള് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിന് എജുപോർട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നമ്മളെന്തായാലും 100% നമ്മൾ ഹെൽപ്പ് കൊണ്ടൊന്നുമില്ല, ഞാൻ അങ്ങനെ തന്നെ നമ്മൾ പറയുന്ന കാര്യമാണ്. അതായത് എവിടേക്കൊക്കെ മുകളിലേക്ക് കയറുന്ന ആൾക്കാർക്ക് ഒരു കോണി വെച്ചു കൊടുക്കല്, അത് കോണി കൊണ്ടല്ല അവിടെ കയറിയത്, അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇനിയും ഒരുപാട് ഉയരത്തിലെത്താം. എവിടെങ്കിലും വെച്ച് കാണുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് വലിയ വലിയ സിവിൽ സർവീസ് എന്തല്ലോ പറഞ്ഞത്, നമുക്കൊരു IAS ഏതെങ്കിലും. അപ്പൊ ഇനി അവിടെ എത്തിപ്പെട്ട ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് നമ്മളെപ്പോഴും ഓൾവേസ് എജിപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്ത് സംശയങ്ങൾ ഏത് ഘട്ടത്തിൽ നമ്മളുണ്ടാവും. ഉണ്ടായിരുന്നല്ലോ. താങ്ക് യു സോ മച്ച് സാർ.